ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 5, 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 9-ാം തീയതി തിങ്കളാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള കാര്യമാണ് ഉപ്പിൻ്റെ ഗുണങ്ങൾ. എന്താണ് ഉപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിലിടാൻ വേണ്ടിയാണ്. വേറെ ഒന്നിനും ഉപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കറിക്ക് ഉപ്പിടാൻ ഉപയോഗിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയുള്ള ഗുണങ്ങൾ പലതും വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾ മുറിവുണ്ടാവുമ്പോൾ ഉപ്പ് തേക്കാറുണ്ട്. ഹല്ലേലൂയ. ചില ആളുകൾ മീൻ മേടിച്ചിട്ട് അത് ചീത്തയായി പോകാതിരിക്കാൻ ഉപ്പ് തേച്ച് വെക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ ചീത്തയായി പോകാതിരിക്കാനും മുറിവുണങ്ങാനും അങ്ങനെ പല ഗുണങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാനൊക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ട്. യെസ്. അപ്പോൾ രുചി നൽകുന്ന ഈശോ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ഭൂമിക്ക് രുചി പകരുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയുടെ ചുറ്റും കിടക്കുന്നൊരു സാധനം എന്താണ്? ഉപ്പാണ്. എവിടെയാണത് കിടക്കുന്നത്? കടലിലാണ്. ഹല്ലേലൂയ. ഭൂമിയുടെ ഭാഗമാണ് കടല്, ഭൂമിക്ക് ചുറ്റുമല്ല. ഭൂമിയുടെ ഭാഗമായിട്ടുള്ള കടല് അത് ഉപ്പാണ്. എന്തായാലും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് ഈശോ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് എന്നതിൻ്റെ സുദീർഘമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഭൂമിക്ക് രുചി നൽകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഒരു ഭക്ഷണത്തിന് രുചി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നന്മയുള്ളതാക്കി, സന്തോഷമുള്ളതാക്കി
മാറ്റേണ്ടവരാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മ ചെയ്യുന്നതിന് കൂടുതൽ ഇഷ്ടം തോന്നാൻ ഒരു ഭക്ഷണമാണ്. നന്മ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭക്ഷണമാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭക്ഷണമാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു വിരുന്നാണ്. പ്രാർത്ഥന എന്താണ്? വിരുന്നാണ്. വിരുന്നിൽ എന്തുണ്ട്? ഭക്ഷണമുണ്ട്. അപ്പോൾ ആരാധന എന്താണ്? ഒരു വിരുന്നാണ്. ഈ വിരുന്നിന് എന്ത് വേണം? രുചി വേണം. ആരാധന എന്ന് പറയുന്ന വിരുന്നിന് രുചി കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സുവിശേഷം എന്താണ്? അതൊരു വിരുന്നാണ്. സഭ എന്താണ്? അതൊരു വിരുന്നാണ്. ഈ വിരുന്ന്, ഈ സുവിശേഷത്തിന്, ഈ ആരാധനയ്ക്ക് രുചി പകരേണ്ടവരാണ് ആര്? ശിഷ്യന്മാർ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, രുചി പകരേണ്ടവരാണ്. നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഈ ആരാധനയിലേക്ക് കടന്നു വരാൻ തോന്നണം. നമ്മെ കാണുമ്പോൾ പള്ളിയിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തോന്നണം. നമ്മെ കണ്ടിട്ട് ഒരാൾ പറയരുത്, അവള് പോകുന്ന പള്ളിയാണോ, എന്നാ ഞാൻ പോകുന്നില്ല എന്ന്. അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന വിധത്തിൽ നമ്മുടെ സ്വഭാവം മാറരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പലരും വിചാരിക്കും, അവളെക്കുറിച്ചാണ് അച്ഛൻ ഇത് പറയുന്നത്, അവളെക്കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കും. ഓരോരുത്തരും ഇങ്ങനെ വിചാരിച്ചാൽ മതി, എന്നെക്കുറിച്ചാണ് അച്ഛൻ ഇത് പറയുന്നതെന്ന് ഓരോരുത്തരും വിചാരിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അച്ഛൻ അവരെ ഉദ്ദേശിച്ചാണ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് എന്നെ ഉദ്ദേശിച്ചാണ്. ഞാനൊരു ഉപ്പാണോ? ഞാൻ രുചി പകരുന്ന ഒരാളാണോ? രുചി നശിപ്പിക്കുന്ന ഒരാളാണോ? ഞാൻ എൻ്റെ സാന്നിധ്യത്തിലൂടെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവള് വരുന്നുണ്ട്, ഇന്നെല്ലാം കുളമാക്കും എന്ന് നമ്മെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ രുചി നശിപ്പിക്കുന്ന ഒരാളാണ്. അവൾ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മെക്കുറിച്ച്, അവനില്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു, അവൻ ഈ വീട്ടിൽ നിന്നൊന്ന് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പെരുമാറ്റമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപ്പല്ല, ഉറകെട്ടുപോയ ഉപ്പാണ്. ഈശോ പറയുകയാണ്, ഉറകെട്ടുപോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഉറകെട്ടുപോയിട്ടുണ്ടോ? പരസ്നേഹത്തിൻ്റെ ഉറകെട്ടുപോയിട്ടുണ്ടോ? സൗമ്യതയുടെയും ശാന്തതയുടെയും ഉറകെട്ടുപോയിട്ടുണ്ടോ? ആത്മനിയന്ത്രണത്തിൻ്റെ ഉറകെട്ടുപോയിട്ടുണ്ടോ? ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെയും ഉറകെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറകെട്ടുപോയ ഉപ്പാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ ജീവിത പങ്കാളി ഉറകെട്ടുപോയ ഒരു ഉപ്പ് പോലെയാണ്. മക്കൾ ഉറകെട്ടുപോയ ഉപ്പ് പോലെയാണ്. പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോക്കില്ല, വിശ്വാസമില്ല, ഉറകെട്ടുപോയ ഉപ്പ്. ദൈവസ്നേഹമില്ല, ദൈവഭയമില്ല, ഉറകെട്ടുപോയ ഉപ്പാണ്. ഉറകെട്ടുപോയ ഈ ഉപ്പിനെ, പ്രിയപ്പെട്ടവരെ, വീണ്ടും എങ്ങനെ ഉറകൂട്ടിയെടുക്കാം എന്ന് ഈശോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ ഉറകെട്ടുപോയ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിരന്തരമായ അനുതാപത്തോടും പ്രാശ്ചിത്തത്തോടും പരിത്യാഗത്തോടും കൂടെ അവിടുത്തെ സ്തുതികൾ ആലപിച്ചുകൊണ്ട്, അവിടുത്തെ ആരാധിച്ചുകൊണ്ട്, നിരന്തരമായ യേശുനാമജപം നടത്തിക്കൊണ്ട് ഉറകെട്ടുപോയ ഉപ്പിനെ വീണ്ടും ഉറകൂട്ടിയെടുക്കാം. കർത്താവ് പറഞ്ഞു,
ഞാൻ ഉറകെട്ട് പോയതിന് അഗ്നി കൊണ്ട് ഉറകൂട്ടുമെന്ന്. ആ അഗ്നി ഈശോയുടെ തിരുഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നി സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. ആ സ്നേഹജ്വാലയിൽ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ഉറകൂട്ടപ്പെടും എന്നതാണ് സദ്വാർത്ത. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉറകിട്ട് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കർത്താവിന് എന്നെ വീണ്ടും ഉറകൂട്ടാനുള്ള അഗ്നി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈശോയുടെ ഹൃദയത്തിൽ എന്നെ വീണ്ടും ഉറകൂട്ടാനുള്ള അഗ്നിയാണ് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി, ആ അഗ്നിയിലേക്ക്, ആ സ്നേഹജ്വാലയിലേക്ക് എന്നെ തന്നെ ഒരു ബലിവസ്തുവായി സമർപ്പിച്ചാൽ മതി. എഴുന്നേറ്റ് നിൽക്കാം. ഉറകെട്ടുപോയ മനുഷ്യരെന്ന കണക്ക് നമ്മൾ വ്യാപരിച്ചു പോയതിനെ ഓർത്തനുതപിക്കാം. മറ്റുള്ളവരുടെ വിശ്വാസവും ദൈവസ്നേഹവും പരസ്നേഹവുമൊക്കെ തണുത്തു പോകാൻ നമ്മുടെ പ്രവൃത്തികൾ ഇടയാക്കിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അനുതാപത്തോടുകൂടെ, ഹൃദയത്തിൽ ആത്മാർത്ഥമായ അനുതാപത്തോടുകൂടെ, എനിക്കാണ് മാറ്റം വരേണ്ടത്, എനിക്കാണ് മനപരിവർത്തനമുണ്ടാകേണ്ടത്, എനിക്കാണ് വീണ്ടും ഉറകൂട്ടപ്പെടേണ്ടത് എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയവും ഭൗതികവുമായ വരദാനങ്ങളെ ഓർത്ത് നന്ദി പറയാം. കർത്താവിനെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്താൻ അവസരം ലഭിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, ഹല്ലേലൂയ. കെട്ടുകൾ വെട്ടട്ടെ, ഹല്ലേലൂയ. വിടുതൽ നേടട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരം നീങ്ങട്ടെ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹൃദയത്തിലുള്ള മുള്ളുകളും മുൾപടർപ്പുകളും അഗ്നിയിൽ ചാമ്പലാകട്ടെ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ നന്മ പ്രവർത്തികൾ, ഹല്ലേലൂയ, 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 ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ആരാധന, ആരാധന, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അടുത്ത് നിൽക്കുന്ന 500 പേർക്ക് കേൾക്കാൻ പറ്റുന്ന വിഷയത്തോടെ വിളിക്കാം. 1000 പേർക്ക് കേൾക്കാവുന്ന കൃപയോടെ വിളിക്കാം. നിങ്ങളായിരിക്കുന്ന ഭവനം മുഴുവൻ നിറയുന്നൊരു അഭിഷേകത്തോടെ വിളിക്കാം. നമുക്ക് മുട്ടുകുത്താം. നമ്മുടെ നിയോഗങ്ങൾ, 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ,
ഈശോയെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുളടഞ്ഞതായ ഒരു മേഖലയുമില്ലാതെ എല്ലാ മേഖലകളെയും കർത്താവിന് മുമ്പിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ വീഴ്ചകളെ എല്ലാം ഈശോയുടെ മുമ്പിൽ തുറന്നു വെച്ച് കാനായിലെ കല്യാണ വീട്ടിലെ ഒഴിഞ്ഞുപോയ കൽഭരണികൾ കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കപ്പെട്ടതുപോലെ അവിടുത്തെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ തുറന്നു വെച്ചാൽ അവിടുന്ന് അത് വക്കോളം നിറച്ച് പുതിയൊരാത്മാഭിഷേകത്തിൻ്റെ പുതുവീഞ്ഞ് നമ്മളിൽ നിറച്ചു തരും. നമുക്ക് ഹൃദയത്തിൻ്റെ കൽഭരണികൾ തുറന്നു വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ പെരുമഴയ്ക്ക് മുൻപിൽ കാത്തു നിൽക്കാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അഗ്നിയാൽ ഉറകൂട്ടുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ നന്മ പ്രവർത്തികളിൽ മഹത്വം സ്വീകരിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, നല്ല സ്വപ്നങ്ങളൊക്കെയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.